ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഒത്തിരി നേതാക്കളെ നമുക്ക് പരിചയമുണ്ട്. നൽകപ്പെട്ടിരിക്കുന്ന നിശ്ചിത സമയത്തിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി രാത്രികളെപ്പോലും പകലുകളാക്കി കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് നേതാവ്. ക്രിസ്തു നേതാവായിരുന്നു. അതിനേക്കാൾ ഉപരി നല്ല ഇടയനായിരുന്നു. ക്രിസ്തു നിശ്ചിത സമയത്ത് തനിക്ക് നൽകപ്പെട്ട ജനതയെ മാത്രമല്ല സംരക്ഷിച്ചത്, അവന് സമയപരിധിയും കാലപരിധിയും ആരും നിശ്ചയിച്ച് നൽകിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന് തന്നെ ഏൽപ്പിച്ച അജഗണത്തിൻ്റെ എല്ലാ മേഖലകളിലും ആഴത്തിൽ ഇടപെടാൻ സാധിച്ചത്. ദൈവപുത്രനായ ക്രിസ്തു തന്നെ ഏൽപ്പിച്ച അജഗണത്തിൻ്റെ ഉന്നമനത്തിനായി അക്ഷീണം പ്രയത്നിച്ചു. മാത്രമല്ല, തൻ്റെ വിളി സ്വീകരിക്കുവാൻ മനുഷ്യമക്കളെ നിരന്തരം അവിടുന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചപ്പോൾ മനസ്സിൽ ആദ്യമായി കടന്നു വന്ന ചിന്തകൾ നല്ല ഇടയൻ്റെ ചിന്തകളാണ്. ഒത്തിരി നല്ല ഇടയന്മാരെ അടുത്ത് പരിചയമുള്ളവരാണ് നാം ഓരോരുത്തരും. നല്ല ഇടയന്മാരെ നാം തിരഞ്ഞെടുക്കുന്നത് ചില സവിശേഷതകൾ അവരിൽ ഒളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. നല്ല ഇടയന്മാരുടെ സവിശേഷ മുഖം ഇതായിരിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. മുറിവേറ്റ് കിടക്കുന്ന ആടിനെ തോളിലേറ്റി അവൻ്റെ മുറിവ് വച്ചുകെട്ടുന്ന ഇടയനാണ് നല്ല ഇടയൻ. ആ ഇടയനിൽ ഈ സവിശേഷ ഗുണങ്ങളെല്ലാം ചേർത്ത് ഇണക്കിയിട്ടുണ്ട്. അജഗണത്തെ നയിക്കുന്നവനായിരിക്കണം നല്ല ഇടയൻ. മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും തൻ്റെ അജഗണത്തിന് രക്ഷയുടെ വാതിലാകുവാനും വഴി നടത്താനും നല്ല ഇടയന് സാധിക്കണം. അവൻ സത്യത്തിൻ്റെ അന്വേഷകനായിരിക്കണം. വീടും കുടുംബവും വിട്ടുപേക്ഷിച്ച് നല്ല ഇടയൻ തന്നെ ഭരമേൽപ്പിച്ച അജഗണത്തിന് സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. തന്നെ ഏൽപ്പിക്കപ്പെട്ട ജനത്തിന് വേണ്ടി പ്രാണവായു പോലും നൽകാൻ ധൈര്യമുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണം നല്ല ഇടയൻ. വ്യക്തിപരമായി മറ്റുള്ളവരെ അറിയുന്നവനാകണം നല്ല ഇടയൻ. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവനും അർപ്പണബോധത്തോടുകൂടി ജീവിക്കുന്നവനുമായിരിക്കണം നല്ല ഇടയൻ. ഈ സവിശേഷ ഗുണങ്ങളൊക്കെ ചേർത്തിണക്കി ഒറ്റ വാക്കിൽ നമുക്കവനെ ക്രിസ്തു എന്ന് വിളിക്കാം. ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗം ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും മനുഷ്യരെ പിടിക്കുന്ന വിളി സ്വീകരിക്കുവാൻ നാം ഓരോരുത്തരും സന്നദ്ധരാകണം എന്നുള്ളതാണ്. വിമർശനത്തിന്റെ അമ്പുകൾ പൗരോഹിത്യത്തിനെതിരെ നിരന്തരം തീർക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. കുടുംബജീവിതം സ്വീകരിച്ചിരിക്കുന്ന ഓരോരുത്തരും ജീവിതങ്ങളിൽ നല്ല ഇടയന്റെ ഗുണങ്ങൾ സ്വീകരിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളും പൗത്രീകരിക്കപ്പെടുന്നു. അങ്ങനെ നല്ലൊരു ലോകത്തെ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ വേല ചെയ്യാൻ നിങ്ങളുടെയും കരങ്ങളെ ക്രിസ്തുവിന് ആവശ്യമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.